പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക. പ്രിയ മക്കളെ, നമ്മൾക്ക് ഒരു ഒരുക്കമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറയാം, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. കർത്താവിൻ്റെ വചനം പറയുവാൻ എപ്പോഴും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ എന്തിനൊക്കെയാണ് നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടത്. അതായത് പറയുന്നുണ്ട്, റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ട്, അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. റോമയിലുള്ള നിങ്ങളോടും എല്ലാവരോടും സുവിശേഷം അറിയിപ്പാൻ, ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് ഒരുങ്ങിയിരിക്കുന്നത് പോലെ പ്രിയ ദൈവമക്കളെ, നാമും ആയിരിക്കുന്ന ദേശത്ത് നമ്മളും ഒരുക്കത്തോടെ ഇരിക്കണം. കർത്താപ്പച്ച നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ പറയുവാൻ, അപ്പൻ്റെ വചനങ്ങൾ പ്രസംഗിക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 4-1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് പിന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്ക. ഹല്ലേലൂയ. പ്രീതി മക്കളെ, നോക്കൂ, ഇവിടെ പറയുന്നുണ്ട് ഹല്ലേലൂയ, സകലരോടും. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ ദീർഘക്ഷമയോടെ ഉപദേശത്തോടു കൂടെ ശാസിക്കേണ്ടതിനെയൊക്കെ ശാസിച്ച്, തർജ്ജനം ചെയ്യേണ്ടതിനെയൊക്കെ തർജ്ജനം ചെയ്ത്, പ്രബോധിപ്പിക്കേണ്ടവരോട് പ്രബോധിപ്പിച്ചൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെ ഒരുക്കത്തോടെ ചെയ്യുവാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഹല്ലേലൂയ. തീത്തോസിന്റെ ഹല്ലേലൂയ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സൽപ്രവൃത്തികൾക്ക് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്ക് ഒരുങ്ങിയിരിക്കുക. ഹല്ലേലൂയ. നാം ചെറിയവനെന്നോ വലിയവനോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മൾ എവിടെയാണോ, എന്തിനൊക്കെ നമ്മൾ കീഴടങ്ങണോ, അതിനെല്ലാം കീഴടങ്ങി നമ്മളെ അനുസരിച്ച് സൽപ്രവൃത്തി ചെയ്ത് നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനം 2-7 പറയുന്നുണ്ട്, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തിക്ക് മാതൃകയാക്കി കാണിക്കുക. മറ്റുള്ളവർക്ക് കുറ്റം പറയുവാൻ നമ്മൾ ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. അതായത് ഇവിടെ പറയാം, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന്, ഹല്ലേലൂയ, സകലത്തിലും നമ്മെ തന്നെ, ഹല്ലേലൂയ, സൽപ്രവർത്തിക്ക് മാതൃകയാക്കണം. മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു കുറ്റവും കാണുവാൻ ഇടയാകരുത് പ്രിയ മക്കളെ. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകയുള്ളവരായി നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, സൽപ്രവൃത്തിക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 36 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നു പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ഹല്ലേലൂയ. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചൊരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരണമെന്ന് അപേക്ഷിപ്പാൻ 2 ആളെ അവന്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവന്മാർ എല്ലാവരും കരഞ്ഞും കൊണ്ട് തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവന്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെ ഒക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിന്റെ നേരെ തിരിഞ്ഞു. തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവന്മാരെയും വിളിച്ചവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. പ്രിയ ദൈവമക്കളെ, നോക്കൂ, ഹല്ലേലൂയ,
സബീത ചെയ്ത സൽപ്രവർത്തികൾ കൊണ്ട് ഹല്ലേലൂയ അവർക്ക് ഓരോരുത്തർക്കും അവൾ ജീവനോട് ഇരുന്നപ്പോൾ ഉണ്ടാക്കി കൊടുത്ത കുപ്പായങ്ങളും ഉടുപ്പുകളും കൊണ്ടുവന്ന് അവർക്ക് ചെയ്തു കൊടുത്ത ഓരോ നന്മകളും പറഞ്ഞു എടുത്തുവൊക്കെയാണ് അവർ ഹല്ലേലൂയ മരിച്ച അവസ്ഥയിൽ ഹല്ലേലൂയ അവിടെ വന്ന് കരയുകയും ചെയ്യുന്നത്. പ്രിയ മക്കളെ, സൽപ്രവർത്തികൾക്ക് മാതൃകയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ നോക്കാം, പ്രതിവാദം പറവാൻ നമ്മളെ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം. പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 3:15 പറയുന്നുണ്ട്, നിങ്ങളുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ഹല്ലേലൂയ. നോക്കൂ, സൗമ്യതയോടെ ഭയഭക്തിയോടെ ഹല്ലേലൂയ ന്യായം ചോദിക്കുന്ന ഏവനോട് നമ്മളെ പ്രതിവാദം പറവാൻ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ 21:13 പറയുന്നുണ്ട്, മരിപ്പാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്ന്. നോക്കൂ, അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞെൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവ് യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരൂശലേമിൽ മരിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. എവിടെയും മരിപ്പാൻ. ഹല്ലേലൂയ. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ ഏതെല്ലാം രീതിയിലൂടെയാണ് കടന്നു പോയത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട്, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, അതും യേശുവിൻ്റെ നാമത്തിന് വേണ്ടി. ഹല്ലേലൂയ. എന്തും ചെയ്യുവാൻ മടി കൂടാതെ നിൽക്കണമെന്നാണ് പറയുന്നത്. പ്രിയ മക്കളെ, തീമോഥെയോസിന്റെ 2-ാം ലേഖനം 4:6 പറയുന്നുണ്ട്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. വയസ്സ് ചെന്ന് ഹല്ലേലൂയ എന്തൊക്കെയായിട്ടും പ്രിയ മക്കളെ പറയാ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണവും അടുത്തിരിക്കുന്നു. ഒരു ഒരുക്കം, മരിപ്പാൻ വേണ്ടി ഒരു ഒരുക്കം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലന്റെ 2-ാം ലേഖനം 1:13 പറയുന്നുണ്ട്, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ കാണുന്ന എല്ലാ പ്രിയ മക്കളെ ഹല്ലേലൂയ പ്രത്യക്ഷതയിൽ വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ എപ്പോഴും ഒരുക്കത്തോടെ ഇരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മളെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുക്കത്തോടെ ഇരിക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് ആമോസിന്റെ ഹല്ലേലൂയ ആമോസ് പ്രവാചകൻ പറയുന്നുണ്ട് 4:12, അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും, ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അതെങ്ങനെയായിരിക്കണം? ലൂക്കോസിന്റെ സുവിശേഷം 12:35 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടേനെ അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്നവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാമതിൽ വന്നാലും അങ്ങനെ കണ്ടുവെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നുവെന്ന് വീട്ടുടവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുറപ്പാൻ സമ്മതിക്കയില്ല എന്നറിവിൻ. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. പ്രിയ മക്കളെ, കർത്താവിനെ എതിരേൽപ്പാൻ നമ്മളെ എപ്പോഴും ഒരുക്കത്തോടെ ഇരിക്കണം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 21:36 പറയുന്നുണ്ട്, ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടേനെ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാത്തിനും ഒരു ഒരുക്കമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. സുവിശേഷം പറയുവാൻ, സൽപ്രവൃത്തി ചെയ്യുവാൻ, മറ്റുള്ളവരോട് പ്രതിവാദം പറയുവാൻ, മരിക്കുവാൻ, കർത്താവിന് എതിരേൽപ്പാൻ എല്ലാവരും നമ്മൾക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മൾ ഒരുക്കത്തോടെ ആയിരിക്കണം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ സമയത്തിലും അസമയത്തിലും
സാഹചര്യത്തിലും എൻ്റെ അപ്പൻ്റെ വചനം പറയുവാൻ, ഹല്ലേലൂയ, കൊടുത്തിരിക്കുന്ന താലന്തുകളെ വേണ്ടുമ്പോലെ വ്യാപാരം ചെയ്യുവാൻ, കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുവാൻ, എപ്പോഴും ഒരുക്കത്തോടെ ഇരിപ്പാൻ, ഉണർന്നിരിപ്പാനുള്ള കൃപ ഓരോ മക്കൾക്കും ദൈവം കൊടുക്കണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവപ്പച്ച, അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഓരോരുത്തരും കർത്താവപ്പച്ചൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണപ്പാ. അവർ തന്നെ ഹല്ലേലൂയ അപ്പച്ചൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നവരായി തീരട്ടെ, തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്നവരായി തീരട്ടെ. കർത്താവപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.